പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് കോടതി. ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണലിന്റേതാണ് വിധി. സർക്കാർ വിരുദ്ധ കലാപം അടിച്ചൊതുക്കാൻ മാനവികതയ്ക്കെതിരായ ആക്രമണങ്ങൾ നടത്തി എന്നാണ് കണ്ടെത്തൽ. പോലീസിന് മാരകായുധങ്ങൾ ലഭ്യമാക്കിയെന്നും പ്രതിഷേധക്കാർക്കെതിരെ ബോംബാക്രമണം നടത്തി എന്നും കോടതി. 1400ഓളം പേരാണ് ബംഗ്ലാദേശ് കലാപത്തിൽ കൊല്ലപ്പെട്ട വിവരങ്ങളുമായി ഐസൻ ജോസ് നമുക്കൊപ്പം ചേരുകയാണ്. ഐസൻ, വളരെ നിർണായകമായ വിധി വരുന്നു എന്നുള്ളതാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചു കോടതി. ഐസൻ പറയും. തീർച്ചയായും രാഖി, അല്പസമയം മുമ്പാണ് ഷെയ്ഖ് ഹസീനയുടെ വധശിക്ഷ സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നത്. ഇന്ന് രാവിലെ തന്നെ ഏതാണ്ട് 11 മണിയോടെ തന്നെ ഷെയ്ഖ് ഹസീന കുറ്റക്കാരി എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു കോടതി. ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈം ട്രിബ്യൂണലാണ് ഈ കുറ്റക്കാരി എന്ന് കണ്ടെത്തുന്നതിനുള്ളൊരു നീക്കം നടത്തിയത്. കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പല കണക്കിൽ ഷെയ്ഖ് ഹസീന ശിക്ഷയ്ക്ക് അർഹയാണ് എന്നൊരു നിരീക്ഷണവും കോടതി നടത്തുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, മാനവികതയ്ക്കെതിരെ കുറ്റകൃത്യമാണ് ഷെയ്ഖ് ഹസീന ചെയ്തത്. 2024 സർക്കാർ വിരുദ്ധ കലാപത്തെ അടിച്ചൊതുക്കാനുള്ള വലിയ നീക്കങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കോടതി കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു സുപ്രധാന വിഷയം എന്ന് പറയുന്നത്, ആക്രമണത്തിന് മാരകമായ ആയുധങ്ങൾ പോലീസിന് ലഭ്യമാക്കുകയും ഈ ആക്രമണികളെ വൻതോതിൽ പ്രതിഷേധക്കാരെ വൻതോതിൽ അടിച്ചൊതുക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന ഒരു നിർദ്ദേശം പോലീസിന് നൽകിയത് ഷെയ്ഖ് ഹസീനയാണ് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിർണായകമായ മറ്റു പല ഘടകങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആക്രമണങ്ങളുടെ അല്ലെങ്കിൽ ഈ കലാപങ്ങളെല്ലാം പൊട്ടിപ്പുറപ്പെടുന്നതിന് പിന്നിലും അത് ആസൂത്രണം ചെയ്യുന്നതിലും ഷെയ്ഖ് ഹസീന വലിയ തോതിൽ, അതായത് പോലീസിനെ ഉപയോഗിച്ച്, ഭരണകൂടത്തെ ഉപയോഗിച്ച് ഈ പ്രതിഷേധത്തെ അടിച്ചൊതുക്കാനുള്ള നീക്കങ്ങൾ നടത്തി. അതിൻ്റെ മുഖ്യ സൂത്രധാരയായി പ്രവർത്തിച്ചതും ഷെയ്ഖ് ഹസീനയാണെന്ന് കണ്ടെത്തി എന്നെല്ലാമാണ് കോടതിയുടെ ഇപ്പോഴത്തെ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. 50ഓളം ജില്ലകളിൽ വലിയ തോതിൽ കലാപങ്ങളുണ്ടായി. ആ കലാപങ്ങൾക്കെല്ലാം കാരണം ഷെയ്ഖ് ഹസീനയുടെ നീക്കങ്ങളാണ്. മാത്രമല്ല, പോലീസ് പ്രതിഷേധക്കാരെ ആക്രമിക്കാനുള്ള നിർദ്ദേശം പോലീസിന് നൽകിയതും ഹെലികോപ്റ്ററിൽ നിന്ന് ബോംബിംഗ് ഉൾപ്പെടെ നടത്തുന്നതിനുള്ള നിർദ്ദേശം നൽകിയതും നേരിട്ട് ഷെയ്ഖ് ഹസീനയാണ്. അതുകൊണ്ട് തന്നെ മാനവികതയ്ക്കെതിരായ വലിയ കുറ്റകൃത്യം ഷെയ്ഖ് ഹസീന ചെയ്തിരിക്കുന്നതിനാൽ വധശിക്ഷ തന്നെ നൽകുന്നു എന്നാണ് കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പല കാര്യങ്ങളിൽ പല വിധത്തിലുള്ള ശിക്ഷകൾ, അതായത് ആക്രമിക്കുക, അതുപോലെ തന്നെ ഈ ആയുധങ്ങൾ സംഭരിക്കുക, അത്തരം രീതിയിലുള്ള വിവിധങ്ങളായ കുറ്റകൃത്യങ്ങൾ ഷെയ്ഖ് ഹസീനയ്ക്ക് മേൽ ആരോപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തെളിഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി എല്ലാത്തിനും ചേർത്ത് വധശിക്ഷ വിധിക്കുന്നു എന്നൊരു നിലപാടാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഈ കോടതി വിധി പുറത്തു വരികയും ചെയ്തത്. 2024 സർക്കാർ വിരുദ്ധ കലാപങ്ങളെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി വലിയ നീക്കങ്ങളാണ് ഷെയ്ഖ് ഹസീന നടത്തിയത് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്ന് ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ഭാരതത്തിലേക്ക് രക്ഷപ്പെടുകയും ചെയ്തു. നിലവിൽ ബംഗ്ലാദേശിൽ ഒരു കാവൽ മന്ത്രിസഭ നിലനിൽക്കുന്നു. ആ കാവൽ മന്ത്രിസഭയെ സംബന്ധിച്ചുള്ള നിരവധി ആരോപണങ്ങളും പ്രശ്നങ്ങളുമെല്ലാം തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. അവരോടൊപ്പം ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയെന്ന് കരുതപ്പെടുന്ന, അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ പങ്കാളിയെന്ന് രേഖപ്പെടുത്തിയ ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിനും സംബന്ധിച്ച നിയമങ്ങൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു തീരുമാനമാണ് ഇനി വരാനിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദുസ്മാൻ ഖാൻ കമൽ, അതുപോലെ തന്നെ പോലീസ് ഇൻസ്പെക്ടർ ജനറൽ ചൗധരി അബ്ദുള്ള അലി മാമുൻ എന്നിവർക്കെതിരെയുള്ള വിവരങ്ങളും ഇനി ലഭിക്കാനുണ്ട്. എന്ന് തന്നെയായാലും ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു എന്ന അന്തിമ റിപ്പോർട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ കോടതിയിൽ നിന്നും, ധാക്കയിലെ കോടതിയിൽ നിന്നും പുറത്തു വരുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഈ ഉത്തരവിൽ പറയുന്നത് കൂട്ടക്കൊലയുടെ ബുദ്ധികേന്ദ്രം ഷെയ്ഖ് ഹസീനയാണ് എന്നുള്ളതാണ്. വളരെ നിർണായകമായ കണ്ടെത്തൽ, വളരെ ഗുരുതരമായ കണ്ടെത്തൽ ആണ് എന്നുള്ളതാണ് ആ ഒരു ഉത്തരവിന്റെ ഇത്തരം പരാമർശങ്ങൾ കൂടി. അത്തരത്തിൽ വിവിധങ്ങളായ പരാമർശങ്ങളാണ് കോടതി ഉത്തരവ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിക്രമങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ഷെയ്ഖ് ഹസീനയാണ്. അതുപോലെ തന്നെ ഈ പോലീസ് നടത്തിയ നടപടി, വെടിവെപ്പെല്ലാം തന്നെ തൊട്ടടുത്ത് നിന്ന് മരണം സംഭവിക്കണമെന്ന ലക്ഷ്യത്തോടെ പോലീസ് വെടിവെച്ചു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ, മാരകായുധങ്ങൾ ഉപയോഗിക്കുന്നതിന്, മനുഷ്യൻ്റെ മരണം, അതായത് ഈ ലോ ആൻഡ് ഓർഡർ മാനേജ്മെൻറ്റിൽ പ്രയോഗിക്കുന്ന ആയുധങ്ങൾക്ക് പകരം അതിശക്തമായി മനുഷ്യരുടെ മരണം വർദ്ധിക്കുന്നതിനുള്ള, അതായത് കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആയുധങ്ങൾ, ലീഥൽ വെപ്പൺ തന്നെ ലഭ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഷെയ്ഖ് ഹസീന നടത്തി എന്നൊരു നിരീക്ഷണവും കോടതി നടത്തുന്നുണ്ട്. സ്വാഭാവികമായും പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നിഷ്ഠൂരമായ ആക്രമണമാണ് നടത്തിയത് എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു മാസത്തോളമായി വിചാരണ നടക്കുകയായിരുന്നു. ഷെയ്ഖ് ഹസീനയും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ആഭ്യന്തരമന്ത്രിയും വിചാരണയിൽ ഹാജരായിരുന്നില്ല. എന്നാൽ IG വിചാരണയ്ക്ക് ഹാജരാവുകയും ചെയ്തിരുന്നു. ഇവരുടെ അസാന്നിധ്യത്തിൽ, അതായത് ഷെയ്ഖ് ഹസീനയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അസാന്നിധ്യത്തിലാണ് വിചാരണകൾ പുരോഗമിക്കുകയും ചെയ്തത്. നിലവിൽ കോടതിയുടെ നിരീക്ഷണങ്ങളെല്ലാം തന്നെ അതീവ ഗൗരവമുള്ള നിരീക്ഷണങ്ങളാണ്. പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഘടകം എടുത്തു പറയേണ്ടത്
മനസ്സിലാക്കേണ്ടത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ ആരോപണങ്ങളെല്ലാം തന്നെ ഉന്നയിക്കപ്പെടുമ്പോൾ അവരുടെ അസാന്നിധ്യത്തിലാണ് വിചാരണ നടന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. സ്വാഭാവികമായും ഷെയ്ഖ് ഹസീനയുടെ ഭാഗം കേൾക്കാത്തൊരു വിധി എന്ന് തന്നെ പ്രാഥമികമായി നിരീക്ഷിക്കേണ്ട ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ശരി, ഐസൻ, പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിന്റേതാണ് വിധി. സർക്കാർ വിരുദ്ധ കലാപം അടിച്ചൊതുക്കാൻ മാനവികതയ്ക്കെതിരായ ആക്രമണങ്ങൾ നടത്തി എന്നതാണ് കണ്ടെത്തൽ. പോലീസിന് മാരകായുധങ്ങൾ ലഭ്യമാക്കിയെന്നും പ്രതിഷേധക്കാർക്കെതിരെ ബോംബ് ആക്രമണം നടത്തിയെന്നും കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ഐസൻ ജോസാണ് നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.